അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്തഖ്വ ഹാഹുന, തഖ്വ എന്നുള്ളത് ഹൃദയത്തിലാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളവൻ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം തഖ്വയുള്ളവൻ ആയിരിക്കും. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും. സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യൻളുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഹൃദയത്തെ നാം നന്നാക്കും. മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുക, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമെന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല അറിയുക, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഹൃദയത്തെ നാം ഹസദ്, കിബ്ർ, റിയാ പോലോത്തവയിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അത്തിഉല്ലാഹു റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്, എന്നെന്നും ശാശ്വതമായിട്ട് ജീവിക്കുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും ഇത്തഖുന്ന, അള്ളാഹുവിലേക്ക് നാം തഖ്വ ചെയ്ത് നാം മുന്നേറുവാനും നാം ശ്രമിക്കും. അല്ലാഹു തആല തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.